ഇമാം മുസ്ലിം ഇത് സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ നജ്ദിന്റെ ഭാഗത്തേക്ക് ഒരു സമൂഹത്തെ അമർച്ച ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പടയെ പറഞ്ഞയച്ചു. നജ്ദിന്റെ ഭാഗത്തേക്ക്, ഇന്നത്തെ റിയാദിനാണ് നജ്ദ് എന്ന് പറയാം, ആ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവർ പറഞ്ഞയച്ച പട പിറ്റേത്തെ ആഴ്ച ഉണ്ട് മദീനയിൽ. ഒരാഴ്ച കൊണ്ട് മദീനയിൽ മടങ്ങി വന്നു. ഓരോരുത്തർക്കും ഹിംലു ബഈർ, ഓരോരുത്തർക്കും ഒട്ടകങ്ങൾക്കും ഏറ്റാൻ മാത്രമുള്ള പടക്കോപ്പുകൾ, ഒനീമത്തിൻ്റെ കോപ്പുകൾ ഇഷ്ടം പോലെ. കുറച്ചാളുകളെ അതിൽ പോയിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു തരം മർത്താനായിപ്പോയി. ഞങ്ങൾക്കും പുകയിരുന്നല്ലോ, ഞങ്ങൾക്കും പുകയിരുന്നല്ലോ, ഞങ്ങൾക്കും പുകയിരുന്നല്ലോ. അവർ പറഞ്ഞു, മാ റജഅനാ ജൈശൻ അസ്റാ റജഅതൻ വഅഫ്ളല ഗനീമതൻ മിൻ ഹാദൽ ബഅഥി. ഈ പടയേക്കാൾ പെട്ടെന്ന് വരികയോ ഈ പടയേക്കാൾ ഗനീമത്ത് ലഭിക്കുകയോ ചെയ്ത ഒരു പട മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഇവർ പറയാൻ തുടങ്ങി. ഭാര്യയുടെയും കുട്ടികളെയും മുഖം കണ്ട് മറന്നിട്ടില്ല. അപ്പോഴത്തിന് അവർ മടങ്ങിയെടുത്തി. എന്നാലാകട്ടെ മാസക്കണക്കിന് നിന്നിട്ട് കിട്ടാത്ത ഗനീമത്ത് ഇവർക്ക് കിട്ടുകയില്ല. മദീനയിൽ പലർക്കും ഒരു തരം വർത്താനം, ഞങ്ങൾക്കും പുകയിരുന്നല്ലോ പുകയിരുന്നല്ലോ. ഇതറിഞ്ഞ് ഹബീബായ നബി നിസ്കരിക്കാൻ വന്ന ജനങ്ങൾക്ക് മുന്നിൽ എണീറ്റ് നിന്നു. എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു, അലാ അദുല്ലുക്കും ജൈശൻ അസ്റാ റജഅതൻ വഅഫ്ളല ഗനീമതൻ മിൻ ഹാദൽ ബഅഥി. ഒരു പടയിൽ ചേരാൻ നിങ്ങളുണ്ടോ? ആ പടക്ക് ഇപ്പോൾ വന്ന പടയേക്കാൾ ഗനീമത്തും കിട്ടും, അതിനേക്കാൾ പെട്ടെന്ന് അവരുടെ പണിയും തീരും. അങ്ങനത്തെ ഒരു പടയിൽ ചേരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊരിക്കൽ ഹബീബ് ചോദിച്ചു. നല്ല കുറിക്കുകളുള്ള ചോദ്യം, അല്ല സമയത്താ ചോദ്യം, മനസ്സിലാവണില്ല. ഞാൻ വേറൊരു പടയിലേക്ക് നിങ്ങളെ കൂട്ടാം. ആ പട അസ്റാ റജഅതൻ വഅഫ്ളല ഗനീമതൻ മിൻ ഹാദൽ ബഅഥി. ഈ ജയ്ഷിനേക്കാൾ അവർക്ക് ഗനീമത്ത് കിട്ടിയിട്ടുണ്ട്. ആ ജയ്ഷിനേക്കാൾ ഇവർക്ക് ഒരാഴ്ചയല്ലേ, ആഴ്ച വേണ്ട, കുറഞ്ഞ നേരം കൊണ്ട് അവരുടെ പണി തീരും. അങ്ങനത്തെ ഒരു പടയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടട്ടെ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഖാലു, സന്തോഷിച്ചിങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കല്ലേ ഉണ്ടായെങ്കിൽ അവർ എല്ലാവരും പറഞ്ഞു, ബല ബല നബിയേ, എന്നാ അങ്ങനത്തെ പടം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടൂ, ഞങ്ങളിപ്പോൾ എല്ലാവരും തോറ്റിരിക്കല്ലേ, ഞങ്ങളെ കൂട്ടൂ. കാല ഹബീബ് പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം, ഖൗമുൻ, ഇതിനേക്കാൾ ഗനീമത്തുള്ള, ഇതിനേക്കാൾ പെട്ടെന്ന് തീരുന്ന പട, ഖൗമുൻ, ഒരു ജനതയാണ്. സല്ലു സുബ്ഹ വദകറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസു. ഖൗമുൻ, ഒരു ജനതയാണ്. അവർ സല്ലു സുബ്ഹ, സുബ്ഹി നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടി ഹത്താ തത്ലുഅ അശ്ശംസു, സൂര്യോദയം വരെ. അവർക്ക് ലോക ചരിത്രത്തിൽ ആർക്കുമില്ലാത്ത ഗനീമത്ത് നിമിഷാർത്ഥം കൊണ്ട് ലഭിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ തോന്നിയെടുത്തെന്ന് വിളിച്ചു പറയല്ല, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ടാണ് പായരുത്, അവിടെ ഇരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഒരാള് ആ രൂപത്തിൽ തന്നെ ഇരിക്കുക. സുബഹി നിസ്കരിച്ച് ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നിട്ട് സൂര്യോദയം വരെ ഖുർആൻ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ ചെയ്താൽ തഅദിൽ ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. ഈ ഹദീസ് സ്വഹീഹാണെന്ന് നാസ്റുദ്ദീനുൽ അൽബാനി പോലും രേഖപ്പെടുത്തിയത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വെറുതെ പറയല്ല. ഒരാൾ സുബഹി നിസ്കരിച്ചു, എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ അവിടെ ഇരിക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ ഇരിക്കുക, ഏതുവരെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക, ഖിബിലയിലേക്ക് മുന്നിട്ടിട്ട് ഇരിക്കുക. എന്നിട്ട് ഏതുവരെ ഇരിക്കുക, ഹത്താ തത്ലുഅ അശ്ശംസു, സൂര്യോദയം വരെ ഇരിക്കുക. എന്നിട്ട് ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതിയാൽ തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ, പൂർത്തിയായ ഉംറയോട് കിടപിടിക്കും. ഒരു ഉംറ പൂർത്തിയായതു തന്നെ സാക്ഷാൽ ഉംറ തന്നെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉംറക്ക് കടപിടിക്കണം, പണിയെടുക്കണമെങ്കിൽ ഖുബാ പള്ളി പോയി നിസ്കരിക്കണം. അതിന് ഉറുപ്പ്യത്തര ചെലവുണ്ട്, മനസ്സിലാവില്ല. ഇത് പെടതാ പണിയുള്ള ദിവസം പായ, പണിയില്ലാത്ത ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ഇമാനുള്ളവർ മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്കുക. നിസാര പണിയുണ്ട്, നിസാര പണി ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ ഇരുത്തത്തിൻ്റെ ഇടയിൽ ചില ദിക്ർ ഞാൻ പറഞ്ഞുതരാം. ഈ ഇരുത്തത്തിനിടയിൽ ചെല്ലേണ്ട ആ ദിക്റുകൾ ഇനിയിപ്പോൾ പറയുന്ന ഈ ദിക്റുകൾ മാ ബൈന തുലൂഇൽ ഫജ്റും തുലൂ ശംസും മാ ബൈനൽ അസ്റു വൽ ഗുറൂബുമാണ് നടപ്പിലാക്കേണ്ടത്. ഇനി പറയുന്ന ഈ ദിക്ർ
ശ്രദ്ധിക്കുക. മാബൈന തുലൂഉൽ ഫജ്ർ തുലൂഉ ശംസ്, അതായത് സുബൈ നിസ്കരിച്ചിട്ട് സൂര്യോദയത്തിന്റെ ഇടയിൽ, പിന്നെ അസ്ർ നിസ്കരിച്ചിട്ട് മഗ്രിബിന്റെ ഇടയിൽ നടപ്പിലാക്കേണ്ട ദിക്ർ ഏതാ? മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി. എന്തേ അങ്ങനെ തന്നെ പറഞ്ഞത്? ഈ നേരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാബൈന തുലൂഉൽ ഫജ്രി വതുലൂഉ ശംസി എന്നും മാബൈനൽ അസ്രി വൽ മഗ്രിബി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആ അധ്യായത്തിലാണ് ഈ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക. എന്താണ്? മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ. സുബ്ഹാനല്ലാഹിൽ അലീമിന് വേറെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ എന്നൊരുത്തം പറഞ്ഞാൽ അത് മാത്രം. കൂടെ എന്തും കൂടി കൂടട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അതിന് ഫദ്ലുണ്ടല്ലോ. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. ബുഖാരി, സ്വഹീഹുൽ ബുഖാരി 6 സ്ഥലത്തെങ്കിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. നാവ് ദിക്ർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും അള്ളാനെ ഓർക്കുകയാണ്, ചെല്ലൊന്നുമല്ല, വല്ലാത്ത ഓർക്കലാണ്. നാവ് നാവ് എന്നാ പറഞ്ഞു. നാവുകൊണ്ട് ഏതായാലും ഓർക്കാൻ കഴിയും. എന്താ ഇപ്പം പറയുന്നത്? പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞ് അടുത്ത് പറയുമ്പോൾ പിന്നെ പൊളിഞ്ഞു. എന്നാ പൊളിഞ്ഞിട്ടുണ്ട്, നീ കേൾക്കണം അന്തം മുട്ടവന് വല്ല ബോധമുണ്ടോ? അതില്ലതാണ്. ഇത് പറഞ്ഞതിനെ തെറ്റിയിട്ടുണ്ട്, ഈ പറഞ്ഞവന് പെച്ചിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലാവണില്ല. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. നാവിന് ഏറ്റവും എളുപ്പമുള്ളത്, പിന്നെ തുലാസിലോ വലിയ കനമുള്ളത്, അള്ളാഹുവിനോ വലിയ ഇഷ്ടപ്പെട്ടത് ഏതാ? 2 വാക്ക്. കലിമതാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഉറക്കെ ഉറക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒന്നും കൂടെ ഉറക്കെ ഉറക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന പദമെങ്കിലും ഒരാൾ 100 വട്ടം ചൊല്ലിയാൽ മറ്റേനും വേറെ കൂലിണ്ടാവും. ഇതെങ്കിലും ഒരാൾ ചൊല്ലിയാൽ ലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി. സ്വഹീഹ് മുസ്ലിം. ഹബീബായ നബി പറയാം സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. ഹബീബായ നബി പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. മുസ്തഫായ നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ആ ഇരുത്തത്തിൽ എന്തേലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എങ്കിലും 100 വട്ടം ചൊല്ലിയാൽ മറ്റേന് വേറെ കൂലി ഉണ്ടാവും. ഇതെങ്കിലും 100 വട്ടം ചൊല്ലിയാൽ ലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, ഇവൻ കൊണ്ടുവന്നതിനേക്കാൾ മെച്ചമായത് കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇല്ലാ ഖാല മിസ്ല മാ ഖാല, ഇവൻ പറഞ്ഞതുപോലെ പറഞ്ഞവനല്ലാതെയോ, ഔ സാദ അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാൾ കുട്ടി പറഞ്ഞതിനല്ലാതെയോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, 100 എന്നത് കറക്റ്റായ എണ്ണമൊന്നും അല്ല, ബൈസ. കാരണം സാദ അലൈഹി എന്നൊരു വാക്ക് റസൂൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? കുട്ടിയും പറയാ, ഇത്രേ കിട്ടിയ പറയാ. ആ ഇരുത്തത്തിൽ ചെല്ലാവുന്ന വേറൊരു ദിക്റാണ് അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആനി വഹുന്ന മിനൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ 4 എണ്ണമാണ്. അർബഉ കലിമാത്തിൻ സ്വഹീഹ് മുസ്ലിം. ഇതൊന്നും എവിടുന്നെങ്കിലും വായിക്കല്ല, സ്വഹീഹ് മുസ്ലിം. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ 4 എണ്ണമാണ്. വഹുന്ന മിനൽ ഖുർആനി. ആ 4 വാക്കുകളും ഒരു സ്ഥലത്തല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഖുർആനിലുണ്ട്. ഏതാ 4 വാക്ക്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഉറക്കെ ഉറക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഹബീബായ നബി പറഞ്ഞു, എന്താ അതിന്റെ പ്രത്യേകത? അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ വഹുന്ന മിനൽ ഖുർആൻ. ഖുർആനുമാണ്, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളതുമാണ്. ഖുർആനിൽപ്പെട്ടതാണവ, ശ്രേഷ്ഠമുള്ളതുമാണ്. ദിക്റുമാണ്, ഖുർആനുമാണ്. ഏതാ? ഒന്നും കൂടെ. സുബ്ഹാനല്ലാഹി ولا إله إلا الله والله أكبر أشهد أن لا إله إلا الله